ലൈസൻസിനുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ കഴിയുമെന്നും ഡിമാൻഡ് ചെയ്ത് നൽകുന്ന തുക ഓൺലൈനായി തന്നെ പേയ്മെൻറ്റ് ചെയ്യുവാനും പേയ്മെൻറ്റ് ചെയ്ത നിമിഷം തന്നെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയുമെന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ കെ-സ്മാർട്ടിലൂടെ ഈ സംവിധാനം സാധ്യമായിരിക്കുകയാണ് കേരള സംസ്ഥാനത്തിലെ 93 അർബൻ ലോക്കൽ ബോഡീസിൽ. ഏതൊരു വ്യക്തിക്കും ഓൺലൈനായി തന്നെ ലൈസൻസിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനും ലോക്കൽ ബോഡിയിൽ അപ്ലിക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ ഒഫീഷ്യൽ വെരിഫിക്കേഷൻ, ഫീൽഡ് എൻക്വയറി എന്നിവയ്ക്ക് ശേഷം ഡിമാൻഡ് ചെയ്ത് നൽകുന്ന തുക ഓൺലൈനായി തന്നെ പേ ചെയ്യുവാനും പേ ചെയ്ത നിമിഷം തന്നെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും കെ-സ്മാർട്ടിലൂടെ സാധ്യമാവും. എങ്ങനെയാണ് ഈ സംവിധാനം കെ-സ്മാർട്ടിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. കെ-സ്മാർട്ട് വെബ്സൈറ്റിൽ പ്രവേശിക്കുക. രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിൻ സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ആധാർ നമ്പർ ഉപയോഗിച്ചോ അല്ലാതെ സ്ക്രീനിൽ കാണുന്ന ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തോ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് OTP വഴി ലോഗിനിൽ പ്രവേശിക്കുക. ശേഷം കാണുന്ന സ്ക്രീനിൽ അപ്ലൈ മെനുവിൽ നിന്നും ലൈസൻസ് സർവീസ് സെലക്ട് ചെയ്ത ശേഷം പുതിയ ലൈസൻസിനോ റിന്യൂവലിനുള്ള അപേക്ഷ നൽകാൻ കഴിയുന്നതാണ്. ഞാനിവിടെ പുതിയ ലൈസൻസിനുള്ള ഒരു അപേക്ഷയാണ് നൽകുന്നത്. ഏത് ലോക്കൽ ബോഡിയിലാണോ ലൈസൻസിന് അപേക്ഷിക്കുന്നത് ആ ലോക്കൽ ബോഡിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും നിങ്ങളുടെ വാർഡ്, ഡോർ നമ്പർ എന്നിവയും നൽകി സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബിൽഡിംഗ് വിവരങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്യും. ഓണർ തന്നെയാണ് ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അല്ല എങ്കിൽ നോ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം ഓണർഷിപ്പ് ടൈപ്പ് എന്താണ് എന്ന് സെലക്ട് ചെയ്ത് നൽകുക. റെൻ്റ് ആണോ ലീസാണോ എന്നുള്ള കാര്യം. ശേഷം എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് ആഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തതായി ലൊക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ലൊക്കാലിറ്റി, സ്ട്രീറ്റ്, ലാൻഡ്മാർക്ക്, പോസ്റ്റ് ഓഫീസ്, ബിൽഡിങ്ങിൻ്റെ പേര് എന്നിവ നൽകി പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾ ലൈസൻസിന് അപേക്ഷിക്കുന്ന ഡോർ നമ്പറിൽ നികുതി പെൻഡിംഗ് ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ സ്ക്രീനിൽ മെസ്സേജ് കാണിക്കുന്നതാണ്. പെൻഡിംഗ് ഉള്ള നികുതി വിവരങ്ങൾ പേ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ പെൻഡിംഗ് ഉണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ പേ നൗ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ടാക്സ് അടയ്ക്കേണ്ട സ്ക്രീനിലോട്ട് പോകുന്നു. അവിടെ നിന്നും നിങ്ങളുടെ ബിൽഡിംഗ് സെർച്ച് ചെയ്ത് എടുത്ത് ഓൺലൈൻ വഴി തന്നെ ടാക്സ് അടച്ച ശേഷം നമുക്ക് ലൈസൻസിനുള്ള അപേക്ഷ വീണ്ടും തുടരാവുന്നതാണ്. അടുത്തതായി എന്ത് കാര്യത്തിനാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത് എന്ന വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. 2 ടൈപ്പാണുള്ളത്, സർവീസും മാനുഫാക്ചറിങ്ങും. ആയതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനാണോ ലൈസൻസ് എടുക്കുന്നത് അവ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ശേഷം നിങ്ങളുടെ ലൈസൻസ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് അഡീഷണലായി എന്തെങ്കിലും വിവരങ്ങൾ രേഖപ്പെടുത്തണമെങ്കിൽ ആ സ്ക്രീനിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിസൈഡ് ലൈസൻസ് പീരീഡ്, ഏത് കാലയളവിലേക്കാണ് നിങ്ങൾ ലൈസൻസ് എടുക്കുന്നത്, അതുപോലെ നിങ്ങൾ ലൈസൻസ് എടുക്കുന്ന ആ സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നീ വിവരങ്ങളാണ് അടുത്തതായി രേഖപ്പെടുത്താനുള്ളത്. ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് രേഖപ്പെടുത്തുന്നതിന് അനുസരിച്ചും പീരീഡ് രേഖപ്പെടുത്തുന്നതിന് അനുസരിച്ചുമാണ് നിങ്ങളുടെ ലൈസൻസ് ഫീസ് കണക്കാക്കുന്നത്. അടുത്തതായി ലൈസൻസ് യൂണിറ്റിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടാണോ, ജോയിൻറ്റ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലാണോ ഈ ലൈസൻസ് എടുക്കുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും ഇമെയിൽ അഡ്രസ്സും അവിടെ ചോദിക്കുന്നുണ്ട്. ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ലൈസൻസ് അപ്ലിക്കൻറ്റിൻ്റെ വിവരങ്ങളാണ് ചോദിക്കുന്നത്. ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തതായി ലൈസൻസുമായി ബന്ധപ്പെട്ട അറ്റാച്ച്മെൻറ്റ് വിവരങ്ങളാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് ആവശ്യത്തിനാണോ ലൈസൻസ് എടുക്കുന്നത് ആ സെലക്ഷന് അനുബന്ധമായിട്ടാണ് ഈ സ്ക്രീനിൽ ആവശ്യമായ രേഖകൾ ചോദിക്കുന്നത്. അവിടെ ഡോക്യുമെൻ്റായും ഫോട്ടോ ആയും നിങ്ങൾക്ക് വീഡിയോ ആയും ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ്. തുടർന്ന് ആപ്ലിക്കൻറ്റിൻ്റെ ഫോട്ടോ കൂടി അറ്റാച്ച് ചെയ്ത് നൽകിക്കഴിഞ്ഞാൽ പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ നിങ്ങൾ നൽകിയ ആപ്ലിക്കേഷൻ്റെ സമ്മറി കാണാൻ കഴിയുന്നതാണ്. ആ വിവരങ്ങൾ ആ സ്ക്രീനിൽ നിന്ന് ആവശ്യമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അല്ല, നൽകിയ വിവരങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ കൂടി നൽകിയാൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്.
ഇത്തരത്തിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല ഇത്തരത്തിൽ നിങ്ങൾ നൽകിയ അപേക്ഷ നിങ്ങളുടെ തന്നെ ലോഗിനിൽ മൈ അപ്ലിക്കേഷൻ എന്ന മെനുവിൽ ലൈസൻസ് സർവീസ് എന്ന മെനുവിൽ കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നൽകിയ അപേക്ഷ ഓൺലൈനായി തന്നെ ഏത് ലോക്കൽ ബോഡിയിലേക്കാണോ അയച്ചത് ആ ലോക്കൽ ബോഡിയിൽ എത്തുകയും അവിടെ ഒഫീഷ്യൽ പ്രൊസീജിയറിന് ശേഷവും ഫീൽഡ് എൻക്വയറിക്ക് ശേഷവും നിങ്ങൾക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട ഫീസ് അടയ്ക്കുന്നതിന് ഡിമാൻഡ് ചെയ്ത് നൽകുന്നു. ഇത്തരത്തിൽ ഡിമാൻഡ് ചെയ്ത് നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗിനിൽ ആ വിവരങ്ങൾ കാണാൻ കഴിയുകയും ആ സ്ക്രീനിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് പേ നൗ എന്ന ഓപ്ഷൻ വഴി ഡിമാൻഡ് ഓൺലൈനായി തന്നെ പേ ചെയ്യാൻ കഴിയുകയും നിങ്ങളുടെ ലൈസൻസ് ആ നിമിഷം തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നത് കെസ്മാർട്ടിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായ പ്രത്യേകതയാണ്. ഇത്തരത്തിൽ പുതിയ ലൈസൻസിനുള്ള അപേക്ഷയും പുതുക്കുന്നതിനുള്ള അപേക്ഷയും ഓൺലൈൻ വഴി തന്നെ വളരെ സിമ്പിളായി നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ലൈസൻസിൻ്റെ പ്രോസസ്സ് കെസ്മാർട്ടിലൂടെ ചെയ്യുക എന്ന് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കേരളം കെസ്മാർട്ടിലൂടെ സ്മാർട്ടാകുമ്പോൾ നമുക്കും സ്മാർട്ടാകണ്ടേ? എല്ലാവരും സ്മാർട്ടായിക്കോളും കെസ്മാർട്ടിലൂടെ.